നമസ്കാരം. പുറത്തുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ കട്ടിൽ പണിഞ്ഞ കഥ പോലെയാണ് ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്കിൽ 50 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ അവസ്ഥ. നടന്നു പോകാൻ പോലും വഴിയില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിയുവാൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. ഇത്തരം മനസ്സുകളെ സ്വർണം പൂശി മിനുക്കി മിനുക്കി പത്തരമാറ്റി തിളക്കത്തോടെ എന്നും സൂക്ഷിച്ചു വെക്കണം. വഴിയില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിയുവാൻ കാണിച്ച ആത്മാർത്ഥത ഈ കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുവാനായി ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. 2020 പണി കഴിപ്പിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്ത കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കരുടെയും താവളമായി മാറി. മുൻ MLA ആയിരുന്ന മുല്ലക്കര രത്നാകരൻ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഈ കെട്ടിടം ഇവിടെ പണി കഴിപ്പിച്ചത്. 2018 പഞ്ചായത്ത് ഒരു സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി നൽകിയതാണ് ഈ നിലവിലെ പ്രസ്തുത വസ്തു. അങ്ങനെ ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്താണ് ഈ കെട്ടിടം 50 ലക്ഷം രൂപ മുടക്കി പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് അത് തുറന്നു കൊടുത്തിട്ടില്ല എന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴി സൗകര്യം നിലവിൽ അവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്തിനെ സമീപിക്കുകയും പഞ്ചായത്തിന് വിവരാവകാശം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിലവിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളോ കത്തിടപാടുകളോ യാതൊരു വിധത്തിലുള്ള രേഖകളും, അതായത് കെട്ടിടത്തിലേക്ക് പണിയുന്നതിന് ഇളമാട് പഞ്ചായത്തുമായി യാതൊരുവിധ കത്തിടപാടുകളും നടന്നിട്ടില്ല, അല്ലെങ്കിൽ വാക്കാലുള്ള ഒരു രീതിയിലുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇളമാട് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിവരം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കെട്ടിടം നിർമ്മിച്ചത് PWDയുടെ കെട്ടിട വിഭാഗമാണ് ചടയമംഗലം. അവരെ സമീപിക്കുകയും അവർക്ക് നമ്മൾ വിവരാവകാശം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരെ സമയത്തോടെ അവർ പറയുന്നത് കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു നിലപാട്. അപ്പൊ അവർ തന്നത് പ്രകാരം ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ആ കെട്ടിടത്തിലേക്ക് വൈദ്യുതിക്കുള്ള സൗകര്യം നിലവിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, കെട്ടിടം പണിയുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ മറ്റു ഒരു വ്യക്തിയുടെ വസ്തു താൽക്കാലികമായിട്ട് അവര് വണ്ടി പോകുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം പണി കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് അവര് വേലി കെട്ടി അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ ഈ വഴി സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ കെട്ടിടം പണിയാൻ അനുമതി കിട്ടിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. കാരണം ഒരു സാധാരണക്കാരന് വീട് വെക്കണമെങ്കിലോ ഒരു ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിലോ ഒക്കെ നമ്മളിപ്പം ആരെ സമീപിച്ചാലും ആദ്യം അവര് ചോദിക്കുന്ന ഒരു വസ്തുവിന്റെ വഴിയാണ്. അപ്പൊ അങ്ങനെ വഴി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഇത്രയും 50 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു കെട്ടിടം പണിഞ്ഞ് അവർ ഉദ്ഘാടനം ചെയ്തിട്ട് അത് എന്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വഴിയില്ലാത്തത് കാരണം ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിടം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കെട്ടിടത്തിലേക്ക് പോകുവാനായിട്ടുള്ള വഴി അളന്ന് തിട്ടപ്പെടുത്തുവാൻ താലൂക്ക് സർവേയറെ ചുമതലപ്പെടുത്തി എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 4 മുൻ MLA ആയിരുന്ന മുല്ലക്കര രത്നാകരന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. വളരെ മനോഹരമായി അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടി പണി കഴിപ്പിച്ച കെട്ടിടത്തിന് ചുറ്റും ഇന്ന് പാമ്പും പഴുതാരയും മാത്രമാണുള്ളത്. ഇപ്പൊ ഈ അമ്പലമുക്ക് പ്രദേശത്തെ ഇളമാട് പ്രദേശത്തെ സംബന്ധിച്ചോളം സാധാരണക്കാര് ഏറ്റവും കൂടുതൽ പിന്നെ ആൾക്കാർ, വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അമ്പലമുക്കിൽ നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഒരു ചെറിയ വാടക കെട്ടിടത്തിലാണ് ഈ ആയുർവേദ ഡിസ്പെൻസറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ ഇറങ്ങാനും കയറാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് 4500ഓളം രൂപ ഒരു മാസം വാടക ഇനത്തിലാണ് ആ കെട്ടിടം ഇപ്പൊ പ്രവർത്തിക്കുന്നത്. 50 ലക്ഷം രൂപ മുടക്കി ഇത്രയും വലിയ ഒരു സൗകര്യമുള്ള കെട്ടിടം ഇവിടെ പണിഞ്ഞിട്ടിട്ട് ഏകദേശം 4500 രൂപയോളം വാടക മുടക്കി ലക്ഷക്കണക്കിന് രൂപ, ഇപ്പൊ 2020 മുതൽ 2024 വരെ നമ്മൾ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വാടക ഇനത്തിൽ തന്നെ പഞ്ചായത്ത് നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം ചെലവായി കഴിഞ്ഞു. അപ്പൊ ആർക്കും ഉത്തരവാദിത്തമില്ല. പഞ്ചായത്ത് പറയുന്നത് അവർക്ക് ഈ കെട്ടിട നിർമ്മാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് കെട്ടിടം ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് സംസാരിക്കുന്നത്. PWD സമീപിക്കുമ്പോൾ അവർ പറയുന്നത് അവര് കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവരെ പരിഹരിക്കാം, അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. നമ്മളങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ രണ്ട് ഭാഗത്തു നിന്ന് നീതി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളക്ടറേറ്റിൽ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. കളക്ടറേറ്റിൽ പരാതി കൊടുക്കുകയും കളക്ടറേറ്റ് DMOയുടെ കീഴിലാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ പരിധിയിൽ വരുന്നത്. അപ്പം അദ്ദേഹം അവിടുന്ന് DMOയ്ക്ക് ഫോർവേഡ് ചെയ്യുകയും അവരുടെ ഓഫീസിൽ നിന്ന് എന്നെ ലെറ്റർ തരികയും ചെയ്തു. അവർ വീണ്ടും പഞ്ചായത്തിലേക്ക് തന്നെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെയും ഒരു ഓപ്ഷൻ. സമയത്തോളം പഞ്ചായത്തിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, അവരുടെ അണ്ടറിലല്ല ഇതെന്നുള്ള ഉറച്ച നിലപാടിലാണ് പഞ്ചായത്ത്.
അപ്പൊ എന്തായാലും ഇത്രയും പാവപ്പെട്ട ആൾക്കാര് പിന്നെ ആശ്രയിക്കുന്ന ഈ ഒരു സ്ഥാപനം എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച് നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. കെട്ടിടത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ കെട്ടിടത്തിലേക്ക് നടന്നു പോകാനെങ്കിലും അല്പം വഴി വേണം. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ മുന്നിൽ. ഒന്നുകിൽ വഴിയില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിയുവാൻ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതല്ലെങ്കിൽ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും രംഗത്ത് വന്നുകൊണ്ട് ഇത് തുറന്നു പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം. 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറക്കാത്തത് കാരണം ജനങ്ങളുടെ നികുതി പണം 4500 രൂപ വീതം ഉപയോഗിച്ചുകൊണ്ടാണ് അമ്പലമുക്കിൽ വാടക കെട്ടിടത്തിൽ ആയുർവേദ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നത്. ആതുര സേവന രംഗം പരിപോഷിപ്പിക്കുവാൻ ഗവൺമെന്റ് തലത്തിൽ ഉൾപ്പെടെ നിരവധിയായ ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും വഴിവെച്ച് മുന്നേറുമ്പോഴാണ് വഴിയില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിഞ്ഞ് ഉത്തമമായ മാതൃക തീർത്തത്. ജനങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട സൗകര്യങ്ങൾ ആരൊക്കെയോ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ഋതുവിഷൻ ന്യൂസ്.